എന്റെ അമ്മേ. എന്താ പക്ഷേ എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? ആ പോണ നാരായണ ചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏത് യക്ഷി? കടപ്പുറം കാർത്തിയാനി. എന്റെ ദൈവമേ, ഇത് എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളുണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക് ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണ ചേട്ടൻ പോണതേ 500 ആനെ കാണാനാ. 500 ആനെ കാണാനോ? ആ അതെ. ഇന്ന് എന്തെങ്കിലും നടക്കും. ഞങ്ങൾ രക്ഷിക്കണം മുതലാളി. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം. രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറി വാ. ദേവറന്ന് വെച്ചിട്ടേക്ക് വരുന്നു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? എന്താടാ കാര്യം? 500 മുതലാളി. ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചത്തോ? കാര്യം പറയടാ. എന്റെ നാരായണൻ കുട്ടിയെ കാർത്തിയാനിയുടെ ആളുകളൊന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. ഏത് കാർത്തിയാനിയാടാ? കടപ്പുറത്ത് കാർത്തിയാനി എന്ന് പറഞ്ഞ് ഒരുത്തി വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി. ആ അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി. എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. ആ അത് ശരി. അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്നു. ആ കടപ്പുറം കാർത്തിയാനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ. അച്ചമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പോ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വക്കീലേ, എടോ വക്കീലേ. ഞാനിവിടെ ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ? താനാ ഫോണിൽ എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് നീ വരാൻ പറ. ഈ കേസിൽ നമ്മൾ ഇടപെടണം മുതലാളി. ഇതൊരു പെണ്ണ് കേസല്ലേ? നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും 500 ഇടപെടില്ലെന്ന്? എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല. ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിച്ചു പറ്റി തോന്നാലും ഈ 500 സഹായിക്കും. 500 സഹായിക്കും. സഹായിക്കും. അത് നീയാണ് തീരുമാനിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. താഴേതാ. താൻ വിളിയോ? ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂറടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞിക്കിണർ ഒന്ന് മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? വാദാത്മജം ശിരസ. ഓ പ്രേമം നോക്കിയടാ. ആരമ്മനെ കെട്ടി പിശാചാന്ന്. ചോറ്. ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കെട്ടിയ പിശാച് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? അച്ഛൻ? അയ്യോ ആഞ്ജനയാ. സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാം അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. പോ. ഹലോ, ലോക്കാളി ഹോസ്റ്റലില്ലേ? അതെ. രാമത്തിരുന്ന് കിട്ടണമല്ലോ. ഇപ്പൊ വിളിക്കാം. യെസ്, രാമഭദ്രൻ ഹിയർ. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട്. മതിയടാ. പോയില്ല, ഉച്ചയ്ക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലച്ചാ, ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കിൽ ഞാൻ ദേ അവിടെ എത്തി. ഈ കല്യാണം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, പിന്നെ ഒറ്റ ഒരുത്തിനും 500 മുറ്റത്തേക്ക് ചെല്ലൂല. വരണത് കംപ്ലീറ്റ് ആയിട്ട് ആനപ്പാറയിലെ മുറ്റത്തേക്കായിരിക്കും.
നമ്മുടെ അച്ഛമ്മയെ കാണാനായിരിക്കും. അച്ചമ്മയ്ക്ക് വലിയ സന്തോഷായിട്ടുണ്ടാവും അല്ലേ? പറയണോ, ഇന്ന് കാലത്ത് കൂപ്പിന്ന് 2 ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസിംഗ് ആണ്. എന്തിനാത്? കല്യാണത്തിനെ ആനയാത്ര പനിനീര് തളിക്കണത്. തളിയാന പനിനീര്, തളിയാന പനിനീര്, തളിയാന തളിയാന പനിനീര്, ഇവിടെ തളിയാന പനിനീര്, തളിയാന പനിനീര്. നിങ്ങൾക്ക് ആരന്റെ ആനപ്പാപ്പാനേക്കിത്? അതിങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, പനിനീര് തളിയാനെ. പനിനീരം തെളിച്ച് പിണ്ടോപ്പിച്ചു. ഇപ്പൊ ഉമ്മറ മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് പോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ തിന്നണത്? ഒന്ന് പോടാ അവിടുന്ന്. നീ പഠിപ്പിക്കടാ. തളിയാന പനിനീര്, അങ്ങോട്ട് തളിയാന പനിനീര്. എന്താണ്ടാ നിന്ന് കണ്ണൂരിച്ചിട്ടുണ്ട്? തന്നോട് ആരോടോ പറഞ്ഞു ആനയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ? അവിടെ ആന ഇല്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്പറായി കാണിക്കുന്ന കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പനിനീര് തളിക്കുന്നത് കോപ്രായണ്ടാ? അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടി ആനയെ ഏൽപ്പിക്ക്. അതും ഒരന്തസാ. ഇവിടെ തന്നോട് എടാ വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിലാന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. പോടാകത്ത്. അമ്മേ ഒരു മതി. എടാ കേറി പോടാകത്ത്. തളിയാന പനിനീര്, തളിയാന പനിനീര്, ഇവിടെ തളിയാന പനിനീര്. ആ ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് ഈ തോന്നിയാസമൊക്കെ ചെയ്യിക്കുന്നത്. 10,000 ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്. അതിന്റെ കൊത്ത നടുക്ക് 2 ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അയ്യനാടാവുകയെ. ആനയ്ക്ക് പകരം ഞാൻ പോയി പലതിൽ കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരു മതി മറ്റേടത്തെ വർത്താനം പറയല്ലോ. നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ പോലെ തുടങ്ങി. കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ? എടാ വീര, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കല്യാണപ്പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തു പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിയിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേൾക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ, പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടില് മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയില്ലാത്ത ഒരു കൊച്ചിന്റെ കല്യാണ ഇത്. പന്തലിലെ ആനയെന്നല്ല, അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായ? എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊല്ലുന്നു. അല്ല, മന്ത്രിക്ക് കോളേജിൽ വലിയ യാത്രയൊക്കെ ആയിരുന്നു കേട്ടു. ഓ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട. ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മാലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന് ആക്കായിരുന്നു. ഉവ്വ, ഈ മരക്കൊന്നിനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന് ആക്കണ്. വാ മോളെ. ഇളയച്ച അച്ഛൻ എവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ. പോയിട്ട് നേരം കുറെ ആയി, കാണാൻ പറ്റിയിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ. കാണാൻ പറ്റാതിരിക്കുക അയാൾ എന്താ മാഞ്ഞു പോയ? എന്താണ് വക്കീലേ, എന്താ ഉണ്ടായത്? ഡോ, തന്റെ വായിൽ നാവില്ലേ? എന്താ പറ്റിയെന്ന് പറ. ഞാനത് എങ്ങനെയാ പറയണത്? തൊള്ളോണ്ട് താനൊന്ന് പറയണ്ടോ? ഈ കല്യാണം നടക്കൂല. ഈ 500 ആനയെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്താ തുപ്പണത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായ പൊളിച്ചിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ, അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാണോ? എന്നിട്ട് മാറിയിരിക്കാൻ. അങ്ങനെ നമ്മൾ
നമ്മുടെ മാല് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന മാലുവിന് നമ്മൾ ഗംഭീരമായ വരവേൽപ്പ് കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. വെറുതെ ഞങ്ങൾ ഒടിഞ്ഞു പോകട്ടെ. സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. അവിടെ അല്ല ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാട കാണാനല്ല, ഷോയ്ക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ആ മേഴ്സി വരുന്നുണ്ട്. ആ തല്ലുള്ളി രാവിലെ തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. മേഴ്സി വരുന്നുണ്ട്. മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം. ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം. മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ്. ഇല്ല ഒന്നുമില്ല. കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. കാശിലേ പറഞ്ഞാൽ മതി, അങ്ങോട്ട് തരാം. മായൻകുട്ടി ഇടാം ആർക്ക് വിടാം? ഏത് 500 മോന് വിടാം? ഇട്ടോളൂ. തെണ്ടിക്കണം. എന്തെങ്കിലും പറഞ്ഞാ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. എടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് വഹിക്കാനുള്ളതല്ല. അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. അയ്യേ, ഇതിപ്പോ നിന്റെ പോക്കറ്റിൽ കിടന്നാലും എന്റെ പോക്കറ്റിൽ കിടന്നാലും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ഇതിവിടെ തന്നെ കിടക്കട്ടെ. ഇവർക്കാർക്കും വിരോധമില്ല, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം. അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയപ്പിനേക്കാൾ ഗംഭീരമായ വരവേൽപ്പ്. ഓക്കെ? 22, 23, 24. എന്നെടുക്ക എന്നാ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേളില നമ്പർ 6. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. രാമഭദ്ര എന്തോന്നാടാ ചാവമേ? ഇട എഴുന്നേക്കാൻ. ആ പെണ്ണ് വരുന്നു. പെണ്ണ? ഏത് പെണ്ണ്? അവള് ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ. എഴുന്നേക്കാന്റെ മുണ്ടവിടെ ഉണ്ടില്ലേ? അയ്യേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ടുണ്ട്. എളുപ്പം. ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓ ഐ സീ. നിക്കവിടെ. സോറി, അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി. സോറി. ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ പോരെ? വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇവിടെ തീരെ സൗകര്യമില്ല. പോക്കൃതം കാണിക്കരുത്. ആണുങ്ങൾ താമസിക്കുന്ന മുറിയായത്. എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത്. എടി, മര്യാദക്ക് എന്നെ മുറിന്ന് പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഞാൻ ഉടനെ പോവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ? ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി. ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ട അവള് പറഞ്ഞിട്ട് പോയത് കണ്ട. നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്. നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലാന്ന്. അതുകൊണ്ടാണ് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന്. അങ്ങനെ അവൾ എപ്പോ പറഞ്ഞു? എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത്? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലടാ പോത്തെ. ഇല്ല. അയ്യേ അയ്യേ പൊളപ്പ്. അയ്യേ, നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴേ അറിയണത്. സത്യമാണോ? ദേ കളിക്കരുത്. 500 മക്കളോട് കളിക്കരുത്. ഞങ്ങളും മഹാചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രന് ഇത് എന്ത് പറ്റി? മതിടി, മതി. എന്താ ചിരിക്കാൻ? നീ എന്താ പറഞ്ഞത്? നിന്നെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. എടി,
നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ 500 മോൻ നിന്നെ ദ്രോഹിക്കും, ഉപദ്രവിക്കും, മാനം കെടുത്തും, പിന്നെ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. അത്രയ്ക്ക് അറപ്പാണ് നിന്നെ, വെറുപ്പാണ്. പുഴുത്ത പട്ടിയെ കാണുന്നതൊക്കെ നിന്നെ കാണുന്നത്. തീർന്നോ? തീർന്നില്ല, നിന്നെ ഞാൻ തീർന്നു. എന്താ? എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ല, ഞാനും നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോടും പറയേണ്ട കാര്യമില്ല. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കേൾക്കാമോ? ഇതെന്തൊരു തോന്നിവാസമാണ്. നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക? എടോ, താനിനി 500 അല്ല, ഏത് 1000 മോനാണെങ്കിലും ശരി, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട. മനസ്സിലായോ? സർ, ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ലാന്ന്. തെറ്റ് പൂർണ്ണമായിട്ടും എന്റേതാ. മതി, ഒന്നും പറയണ്ട. എടോ, തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ? എണ്ണിട്ടില്ല. എന്നാ എണ്ണിക്കോ, ഇത് അവസാനത്തേതാ. അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട്. പൊയ്ക്കോടോ, പൊയ്ക്കോളാൻ. എന്തായി? ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇടപെടണ? എന്ത് പണിയാ മാലുവി കാണിച്ചേ? അവനെ ഇന്ന് കോളേജിൽ നിന്ന് പുറത്താക്കായിരുന്നില്ലേ? അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല. അവൻ ഇവിടെ തന്നെ വേണം. എന്താ മാലുവി പറയണേ? പറയണല്ല, എന്താ ഈ മാലുവിന് ചെയ്യാൻ പോണെന്ന് കണ്ടോ?